ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം, കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തണലുകളിലൊന്ന്, ദുർബലരായ മനുഷ്യരുടെ അഭയമായിരുന്ന അഭിമന്യരായ സയ്യിദ് ഫസൽ കോയമ്മത്തങ്ങൾ വഫാത്തായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരെയും നമ്മയും താജുലും അടക്കമുള്ള നമ്മുടെ എല്ലാ നേതാക്കളെയും അവരുടെയൊക്കെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കുകയും പൊരുത്തം വാങ്ങുകയും ദുആ ചെയ്യുകയൊക്കെ വേണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ്. ജനാസ എട്ടിക്കുളത്തെ വീട്ടിലാണുള്ളത്. വിവരങ്ങൾ അറിയുന്നതനുസരിച്ച് കാര്യങ്ങളിൽ മുമ്പിലുണ്ടാകണം ഇൻഷാ അല്ലാഹ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സുന്നി കൈരളിയുടെ ആത്മീയ ഗുരുവും ആത്മീയ വേദികളിൽ നിറസാന്നിധ്യവുമായിരുന്ന, സമസ്ത പുനർസംഘടിപ്പിച്ചത് മുതൽ വഫാത്ത് വരെ സമസ്തയുടെ അധ്യക്ഷനുമായിരുന്ന, നമ്മളെയൊക്കെ ശരിയായ പാതയിലേക്ക് നയിച്ചു കൊണ്ടുപോയ ഉള്ളാൾ തങ്ങളുടെ പുന്നാര മകനും നിരവധി ആത്മീയ വേദികളിൽ കേരളത്തിൽ അങ്ങോളമിങ്ങോളവും കർണാടകത്തിലും നിറസാന്നിധ്യവുമായിരുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗവും ജാമിയ സഅദിയ ജനറൽ സെക്രട്ടറിയുമായ സയ്യിദ് കൂറാത്തങ്ങൾ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. മഹാന്മാരുടെ വഫാത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമാണ്. അള്ളാഹുവിൻ്റെ വിധിക്ക് മുന്നിൽ കീഴടങ്ങൽ എല്ലാവർക്കും അനിവാര്യമായതുപോലെ തങ്ങൾക്കും അനിവാര്യമായിരിക്കുന്നു. അല്ലാഹു തആല മഹാനവറുകളുടെ ദർജ ഉയർത്തുമാറാകട്ടെ, മഹാനവറുകളുടെ ദർജ ഉയർത്തുമാറാകട്ടെ, മഹാനവറുകളുടെ ദർജ ഉയർത്തുമാറാകട്ടെ. മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് നാം ഏവരെയും സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. നമുക്കും മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി ഈ ലോകത്തോട് വിട പറയാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനവറുകളൊക്കെ നയിച്ചു പോയ പാതയിലൂടെ സഞ്ചരിച്ച് മഹാനവറുകളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കൊക്കെ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശദ വിവരങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് ST മീഡിയ കുടുംബങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.